ഹായ്, ബാക്കിയുള്ളത് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഏത് കിങ്ഡം പരിചയപ്പെട്ടു അല്ലെ പഠിച്ചു കഴിഞ്ഞു? കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ച്. ഇനി രണ്ട് കിങ്ഡമുള്ളൂ. ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമാലിയും. കിങ്ഡം പ്ലാന്റിനെ കുറിച്ചൊരു ചാപ്റ്റർ തന്നെയാണ്. ഇനി നമ്മളത് അതാ പഠിക്കും. ഇനി ഈ പഠിച്ചതൊന്നും വലുതായിട്ടൊന്നും പഠിക്കില്ല. അപ്പോൾ കിങ്ഡം പ്ലാന് മുമ്പ് അപ്പൊ ഒരു കിങ്ഡം അനിമാലിയെ കുറിച്ചും അത് സോളിൽ പഠിക്കും. മനസ്സിലായി? എന്നാൽ ഈ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ പറയണ്ട, പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ കിങ്ഡം പ്ലാന്റ് കാരക്ടേഴ്സ് പറ. ആൾ ആർ ഓട്ടോട്രോപ്സ്, all are eukaryotes, all have chlorophyll in chloroplast, all are autotroph. അല്ലേ? നമ്മളെല്ലാം പഠിച്ചു. സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. അല്ലേ? ഇതൊക്കെയാണ്. പിന്നെ അനിമലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ ഡിഫക്റ്റ് ഒക്കെ ഉള്ളത്. എന്താണ്? ന്യൂറോ ബ്ലഡ് സിസ്റ്റം ഇല്ല, സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല, നെർവ് സിസ്റ്റം ഇല്ല, മസ്കുലാർ സിസ്റ്റം ഇല്ല, അങ്ങനെ കുറെ ഡിഫക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് അനിമൽസിൽ എടുത്തു. അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം ആൾ ആർ ഓട്ടോട്രോപ്സ്. അതാണ് പ്ലാന്റിനെ കുറിച്ച് പഠിച്ചത്. എന്നാൽ സം ആർ ഹെറ്ററോട്രോപ്സ്. ചില ഹെറ്ററോട്രോപിക് അനിമൽസും ഉണ്ട്, ഹെറ്ററോട്രോപിക് പ്ലാന്റ്സും ഉണ്ട്. ഓക്കെ, അതിനെ കുറിച്ച് പഠിക്കാം. സിൻസ് ഓൾ പ്ലാന്റ്സ് ആർ ഓട്ടോട്രോപ്, there are some heterotropic organisms. എക്സാമ്പിൾസ് നോക്കാം. ഒന്ന് കസ്ക്യൂട്ട എന്നൊരു ചെടിയുണ്ട്, കസ്ക്യൂട്ട. മറ്റേതാണ് ലൊറാന്തസ്. വേറെ ഒന്നുണ്ട് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഈ മൂന്ന് ഗ്രൂപ്പിൽ വരുന്ന ഈ മെമ്പേഴ്സ് ഹെറ്ററോട്രോപിക്, അങ്ങനെ വിളിക്കാം. എന്താണ് കസ്ക്യൂട്ട? കസ്ക്യൂട്ടയ്ക്ക് ഡോഡർ എന്ന് പറയുന്നുണ്ട്. ഡോഡർ, മൂടില്ലാത്ത ആളി എന്നാണ് വിളിക്കുന്നത്. നാട്ടുപുറത്തേക്ക് ഉള്ള ചെടിയാണ് മൂടില്ലാത്ത ആളി. എന്തായാലും മൂടില്ല, മൂടെന്ന് വെച്ചാൽ വേരെന്നർത്ഥം, വേരില്ല. അതാണ് വേരില്ലാത്ത ചെടിയാണ്. സാധാരണ ചില ചെടികൾ വളർത്താൻ വൈറ്റുവലി ഇങ്ങനെ വളർന്നുണ്ട്, ഒരു മഞ്ഞ നിറമാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് എന്തില്ല? ക്ലോറോഫില്ലും ക്ലോറോപ്ലാസ്റ്റും ഇല്ല. പക്ഷെ ഇത് ആരാണ്? ഇത് ഫംഗസ് അല്ലേ, പ്ലാന്റാ. കാരണം ബാക്കി എല്ലാ കാരക്ടേഴ്സും അതൊക്കെ സൈലോഫ്ലോയൊക്കെയാണ്. മനസ്സിലായി? ഫംഗസിനും സൈലോഫ്ലോയൊന്നും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോ ഇങ്ങനെ വളർന്നു വന്ന ഈ ചെടി, ഈ കസ്ക്യൂട്ട എന്ന് പറഞ്ഞ പ്ലാന്റ് എങ്ങനെ ഹെറ്ററോട്രോപ്പായി? ഇതൊരു ചെടിക്കകത്ത് ഇങ്ങനെ പടർന്നു വളരുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക വേരുണ്ട്. ആ വേര് ഈ ഹോസ്റ്റ് പ്ലാന്റിന്റെ സ്റ്റെം തുളച്ചങ്ങാകത്തിറങ്ങി. ഹോസ്റ്റ് പ്ലാന്റിന്റെ സ്റ്റെം തുളച്ച് ഇതിന്റെ ഒരു പ്രത്യേക പേരുണ്ട്. അതിന്റെ പേര് ഹോസ്റ്റോറിയ എന്നാണ്. ഹോസ്റ്റോറിയ അഥവാ പാരസൈറ്റിക് റൂട്ട് അഥവാ സക്കിംഗ് റൂട്ട്, പല പേരുകളുണ്ട്. ഹോസ്റ്റോറിയ, പാരസൈറ്റിക് റൂട്ട് അഥവാ സക്കിംഗ് റൂട്ട്. ഈ റൂട്ട് ഈ സ്റ്റെമ്മിന്റെ ഈ ഹോസ്റ്റ് പ്ലാന്റ്, ഇതാണ് ഹോസ്റ്റ് പ്ലാന്റ്. ഇതാണ് ഈ കസ്ക്യൂട്ടാന്ന് വെച്ചാൽ അതിന്റെ ഒരു റൂട്ട് തുളച്ചങ്ങാകത്തിറങ്ങി കൊതുകൊന്ന് ചോരടിക്കുമ്പോൾ ഒരു കൊമ്പം കുത്തി ഇറങ്ങുന്നത്. എന്നിട്ട് അത് എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ കണ്ടക്റ്റീവ് ടിഷ്യൂസിനകത്ത് കയറി ചെന്നിട്ട് അയാൾ ഉണ്ടാക്കിയ പ്രിപ്പയർഡ് ഫുഡ് അടിച്ചു മാറ്റും. നിങ്ങൾ പറയും ഹെയർ പ്ലാന്റ് രണ്ടുപേരും കണ്ടക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. അതൊക്കെയാണ് സൈലവും ഫ്ലോയും, അല്ലെ? സൈലം ആൻഡ് ഫ്ലോയം. സൈലോ ഫ്ലോയത്തിൽ ഇതിൽ കൂടെ എന്തോ ഒഴുകുന്നത്? സൈലത്തിൽ കൂടെ എന്താ ഒഴുകുന്നത്? പഠിച്ചിട്ടുണ്ടോ? 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സൈലത്തിൽ ഒഴുകുന്നതാണ് വാട്ടർ ആൻഡ് മിനറൽസ്, ജലവും ലവണങ്ങൾ. ഫ്ലോയത്തിൽ ഒഴുകുന്നതാണ് പ്രിപ്പയർഡ് ഫുഡ്, അല്ലേ? ഭക്ഷണം ഒഴുകുക, പ്രിപ്പയർ ചെയ്ത ഫുഡ് ഒഴുകുന്ന ഫ്ലോയത്തിൽ കൂടെ. ഇയാൾക്ക് എന്ത് വേണ്ടത്? പച്ച നിറമില്ല, ഇലയില്ല, സ്വന്തമായി ഫോട്ടോസ് എടുത്ത കഴിവില്ല. അപ്പോ ജലലവണം കിട്ടിയ ഉപയോഗമുണ്ടോ? ഇല്ല. അയാൾക്ക് എന്ത് വേണം? പ്രിപ്പയർഡ് ഫുഡ് തന്നെ വേണം, അല്ലേ? അപ്പൊ ഇയാളെ ഹോസ്റ്റോറി എവിടേക്കായി ഒഴുകിച്ചെല്ലുന്നത്? ഇറങ്ങിച്ചെന്ന് തുളയ്ക്കുന്നത്. നിങ്ങള് കൊതുവെന്ന് ചോര പിടിക്കുമ്പോൾ കൊതുവിന് എന്താ വേണ്ടത്? ബ്ലഡാ. അപ്പൊ കൊതുവിന്റെ ഈ കൊമ്പ് പ്രൊബോസസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ തുളച്ചിറങ്ങുന്നത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഓപ്ഷൻ തരാം. മസിലിലേക്ക് പോകുന്നു, ബോൺ സെല്ലിലേക്ക് പോകുന്നു, ബ്ലഡ് വെസലിലേക്ക് പോകുന്നു. എവിടെയൊക്കെയാ പോകുന്നത്? ബ്ലഡ് വെസലിലേക്ക്. എന്താ കാര്യം? അത് ഈ കൊതുകുകൾ കുത്തുന്ന സ്ഥലത്ത് ഞങ്ങൾ കൊതുക് നോക്കിയാൽ അറിയാം. ആദ്യം ഒറ്റ കുത്തി ചോര കുടിക്കത്തില്ല. ആദ്യം കുത്തിന് ശേഷം അത് ഊരിയും എടുക്കും, വീണ്ടും കുത്തും. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഈ ആദ്യം കുത്തുമ്പോൾ അത് മസിൽ സെല്ലിൽ ചെന്ന് ഊരിയെടുത്ത് വീണ്ടും കുത്തും. എവിടേക്കാ? അത് ചിലപ്പോൾ ബ്ലഡ് വെസൽ എത്തിയില്ലെങ്കിൽ വീണ്ടും ബ്ലഡ് വെസൽ തന്നെ കുത്തും. അങ്ങനെ 2 തവണ കുത്തിയിട്ടൊക്കെ സാധാരണ കൊതുക് കറക്റ്റ് അറിയാം. ഇത് ഒറ്റ കുത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ എല്ലാ സെല്ലിനും ചുറ്റും ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എവിടെ കുത്തിയാലും ചോര കിട്ടും, അല്ലേ? എന്നാലും കൂടുതൽ കുടിക്കണം തോന്നിയ ആശയം നല്ലൊരു വെയിൻ കണ്ടുപിടിക്കും. മനസ്സിലായി? അതാ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ ഞാൻ ചോദ്യമാണ്, ടു വിച്ച് സെൽ ഓഫ് ദ ഹോസ്റ്റ് സെൽ, വിച്ച് കണ്ടക്റ്റീവ് സെൽ ഓഫ് ദ ഹോസ്റ്റ് ദ പാരസൈറ്റിക് റൂട്ട് ഓർ സക്കിംഗ് റൂട്ട് ഓർ ഹോസ്റ്റോറിയ ഓഫ് ദ പാരസൈറ്റ് എൻഡം ഓഫ് ദി കസ്ക്യൂട്ടയുടെ. ഞാൻ പറയാം,
to which of the conductive tissue in which the hostoria of the cuscuta reach. It reach at the point. അല്ലേ? എന്തിനാണ് ഇയാൾക്ക് എന്താ വേണ്ടത്? പ്രിപ്പയർഡ് ഫുഡാണ് വേണ്ടത്. നിങ്ങളൊരു വീട് വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അടുക്കളയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയി എന്ത് വാങ്ങിക്കൊണ്ടുവരും? അരി സാധനം കൊണ്ടുവന്നിട്ട് ഫുഡ് പാകം ചെയ്ത് കഴിക്കും അല്ലേ? അതേസമയം നിങ്ങൾ ലോഡ്ജിൽ താമസിക്കുന്നത് അവിടെ അടുക്കളയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ എന്താ കൊണ്ടുവരുന്നത്? പാകം ചെയ്ത ഫുഡായിരിക്കും. ശരിയല്ലേ? ഇതുപോലെ ഉള്ളൂ. അപ്പൊ ദിസ് കസ്കൂട്ട ഈസ് നീഡഡ് വിത്ത് പ്രിപ്പയർഡ് ഫുഡ്. സോ ഇറ്റ്സ് ഹോസ്റ്റോറിയ വിൽ എൻ്റർ ഇൻ ദ ഫ്ലോയം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം മാത്രം മതിയോ? വെള്ളം വേണ്ടേ? വെള്ളം എവിടെയുള്ളൂ? സൈലത്തിലുള്ളൂ. അതുകൊണ്ട് എൻട്രൻസ് പോയിന്റ് ആണ് ദ ഹോസ്റ്റോറിയ ഓഫ് ദ കസ്കൂട്ട എൻ്റർ ഇൻ ടു ബോത്ത് സൈലം ആൻഡ് ഫ്ലോയം. മനസ്സിലായില്ലേ? സൈലത്തിൽ വിത്ത് ഫ്ലോയം. നേരത്തെ നമ്മൾ പഠിച്ച പോലെയാണ്. അതായത് പഞ്ച ഇംപെർഫെക്റ്റ് സെക്ഷൽ ഇൻഫെക്ഷൻ കണ്ടുപിടിച്ചാൽ എവിടെ കൊണ്ടിടുമെന്ന് വെച്ചാൽ നമ്മൾ പ്രഥമദൃഷ്ട്യാ പറയും ആസ്ട്രോമൈസിസിൽ, കാരണം കൊണീഡിയ. പക്ഷെ ബസിഡിയോമൈസിസിൽ ഇടും എന്ന് പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഹോസ്റ്റോറിയ വിൽ റീച്ച് അപ് ടു ദ സൈലം ആൻഡ് ഫ്ലോയം. കാരണം ഭക്ഷണം മാത്രം പോരല്ലോ, വെള്ളം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ കസ്കൂട്ട ഒരു സമ്പൂർണമായും പാരസൈറ്റ് അല്ലേ? സോ ദിസ് ഇസ് കാൾഡ് ടോട്ടൽ സ്റ്റെം പാരസൈറ്റ്. കസ്കൂട്ട ഈസ് എ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ്. വൈ? ബിക്കോസ് 100% ഇതിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇയാൾ ആശ്രയിച്ച് ചെയ്തു. എന്തുകൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ലൊറാൻസ് പഠിക്കാൻ മനസ്സിലാക്കും. ഈ ലൊറാൻസിന് മലയാളം ഇത്തിൽ എന്നാണ്. ഇത്തിൽ കണ്ടോ? മാവിന്റെ പുറത്തൊക്കെ മാവിന്റെ തടിക്കാത്തൊക്കെ ഇത്തിൽ പിടിച്ച് കണ്ടേലൊക്കെ ഇത്തിൽ പിടിച്ച് മാവ് ഉണങ്ങി പോയെന്ന് പറയത്തില്ലേ? നാട്ടുപുറത്ത് ധാരാളമുണ്ട് ഇത്തിൽ. ഈ ലൊറാൻസ് നിങ്ങൾ ഇത്തിൽ പ്രത്യേകം പറഞ്ഞാൽ ഇത്തിൽ എങ്ങനെ മാവിന്റെ പുറത്ത് വളർന്നുമ്പോ അതിന് ഇലയുണ്ട്, പച്ച നിറവുണ്ട്. അപ്പൊ അതിന് സ്വന്തമായി ഫുഡ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടല്ലേ? എന്ത് കിട്ടിയാൽ മതി? ജലലോണം കിട്ടിയത് അല്ലേ? അപ്പൊ അതിനുകൊണ്ട് ഇതുപോലെ എന്ത് പാരസൈറ്റ് കൂട്ടുന്നതാ ഹോസ്റ്റോറിയ. ഇത് പടമൊക്കെ ഇട്ടുതരാം, ഫോട്ടോ ഇട്ടുതരാം. എന്റെ ചോദ്യം, ഹോസ്റ്റോറിയ ഇതിന്റെ ഹോസ്റ്റോറിയ ഹോസ്റ്റിന്റെ എവിടെ എത്തും? സൈലത്തിൽ എത്തും, ഫ്ലോയത്തിൽ എത്തും. സിമ്പിൾ, സൈലത്തിൽ. കാരണം അതിന് എന്ത് മതി? ജലലോണം മതി. അയാളെ സ്വന്തമായിട്ട് അടുക്കള ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലൊറാൻസ് ആരാണ്? ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ആണ്, പാർഷ്യൽ സ്റ്റെം പാരസൈറ്റ് ആണ്. സോ ലൊറാൻസ് ഈസ് എ പാർഷ്യൽ സ്റ്റെം പാരസൈറ്റ്. ഓക്കെ, ഇത് രണ്ട് വളരെ ഇമ്പോർട്ടന്റ്. കസ്കൂട്ട, ലൊറാൻസ്. കസ്കൂട്ട is a total stem parasite where Lorantz is a partial stem parasite. Why? Because Kasuta need a prepared food and water. It penetrates the host cell up to xylem and phloem to absorb prepared food and water. Whereas Lorantz is a plant which has its own leaf photosynthetic ability, so it needs only water and minerals. So its haustoria will penetrate up to the xylem of the host and absorb water and minerals. So it's a partial stem parasite. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അത് വായിച്ചിട്ട് അടുത്തത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? ജന്തുക്കൾ, ഇലപിടിയൻ ചെടികൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് കണ്ടിട്ടുണ്ടോ? അതിനുള്ള ഒരു സംഭവമാണ് ഇൻസെക്ടിനെ പിടിച്ചു തിന്നുന്നത്. ചില ചെടികളുണ്ട്, അത് ചില ഫോർ എക്സാമ്പിൾ നെപ്പന്തസ് എന്ന ചെടിയുണ്ട്. നെപ്പന്തസിന്റെ ഇലയാണ്. അതിങ്ങനെ ഒരു അടപ്പാക്ക് വെച്ച് ഒരു ഇല ചെടി പ്ലാന്റ് ആണ്. ഇങ്ങനെ ഇല ഇങ്ങനെ ഒരു പിക്ചർ പോലെ, ഇങ്ങനെ പിക്ചർ പ്ലാന്റ് പറഞ്ഞത്. പിക്ചർ, PITCHER, പിക്ചർ പ്ലാന്റ്, നെപ്പന്തസ്. അപ്പൊ ഇതിനകത്ത് നിറച്ച് ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കീടം വന്ന് ഇതിനകത്ത് വീട് കഴിഞ്ഞാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് തന്നെ അബ്സോർവ് ചെയ്ത് ചെയ്യും. മനസ്സിലായി? സോ ദിസ് ഈസ് എ പിക്ചർ പ്ലാന്റ്. അപ്പൊ എന്തിനാണ് ഇയാൾ പച്ചക്കറുണ്ട് എല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരം ചെടികൾ 100% ഫോട്ടോട്രോപ്പ് അല്ല അല്ലേ? ആൾസോ സം പാർഷ്യൽ പാരസൈറ്റ്സ് അല്ലേ? So they capture insects, digest and absorb nourishment. നിങ്ങൾ ഈ ചെടി എന്തിനാണ് പച്ചക്കറുണ്ട്, ഇലയുണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ പിടിച്ചിരുന്നത്? കൃഷി വെച്ചേക്കാം. Why these plant with insects? അതായത് during evolution they have lost the capacity for synthesizing amino acids. അമിനോ ആസിഡുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ എന്തുണ്ടാക്കാൻ? പ്രോട്ടീൻ ഉണ്ടാക്കാനൊക്കെ അല്ലേ? അമിനോ ആസിഡാണ് പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. സോ എവല്യൂഷൻ എടുത്ത് എന്തായാലും അവ വലിച്ചെടുക്കുന്ന നൈട്രോജനസ് കോമ്പൗണ്ട് ഉപയോഗിച്ച് അമിനോ ആസിഡ് ഉണ്ടാക്കാനുള്ള കഴിവ് ഈ ചെടികൾക്കില്ല. They lost the capacity for synthesizing amino acids. So to make a protein. അപ്പോഴവർ കൊള്ളാൻ ജന്തുക്കൾ ഇങ്ങനെ പറഞ്ഞു ധാരാളം പ്രോട്ടീനുമായിട്ടല്ലേ? അതിനെ പിടിച്ചില്ല. അങ്ങനെ ജന്തുക്കളെ പിടിക്കാനുള്ള ഒരു അവയവ രൂപം വിളിക്കുന്നുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ അവയെ ദഹിപ്പിച്ച് അബ്സോർവ് ചെയ്യാനുള്ള എൻസൈമുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കി. അതാണ് പ്രത്യേകത. ജന്തുക്കളുടെ പ്രോട്ടീനും ഫാറ്റും ദഹിപ്പിക്കാനുള്ള എൻസൈം ഉണ്ടാക്കി. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് അമിനോ ആസിഡ് ഉണ്ടാക്കാനുള്ള എൻസൈം കിട്ടാവും. എനിവേ
That's why they become insectivores. So, why insectivores plants become insectivores? Because they have lost the capacity for synthesizing protein, and hence they capture insects and digest it to absorb protein. So, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എടുക്കുന്നു വിളിക്കും അല്ലേ? നിങ്ങൾക്ക് നിങ്ങളടുത്ത് പോകുമ്പോഴത്തേക്കും ഒരു എന്താണ് കുറച്ച് സംഭവങ്ങളെല്ലാം കിടക്കുകയാണ്, തുണി, പണം, പിന്നീട് സ്വർണം, അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര വിശപ്പാണ്, ഫുഡും ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര വിശപ്പാണെങ്കിൽ ആദ്യം എടുക്കുന്നതായിരിക്കും ഭക്ഷണമായിട്ട് എടുക്കുന്നത്, എന്താ അതേ എടുക്കത്തുള്ളൂ. അതുപോലെ സോ അവയ്ക്ക് എന്ത് വേണം? പ്രോട്ടീൻ വേണം. അപ്പോൾ പ്രോട്ടീൻ ഉള്ളതാണ് ജന്തുക്കളാണ്, അപ്പോൾ അതിനെ പിടിച്ച് അതിൽ ലഭിച്ച് പ്രോട്ടീൻ എടുക്കും. ഓക്കെ. സോ ഇൻസെക്ടോറൽ പ്ലാന്റ്സ് ദേ ആർ ആൾസോ ഹെറ്ററോട്രോപിക് പ്ലാന്റ്സ്. ഇൻസെക്ടോറൽ പ്ലാന്റ്സിന് കുറെ എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്നിപ്പോ ഞാൻ എഴുതിയത് നെപ്പന്തസ്, ഇതിന്റെ എല്ലാം പടവും മറ്റുമൊക്കെ ഡീറ്റെയിൽസ് എടുത്ത് തരാം. മറ്റൊന്ന് ഡ്രൊസീല, പിങ്കിക്കുള, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്ലാന്റുകൾ, നെപ്പന്തസ്, ഡ്രൊസീല, പിങ്കിക്കുള എന്നുള്ള ഒരുപാട് പ്ലാന്റുകൾ. ഇതെല്ലാം തന്നെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സുകളാണ്. വൈ ദേ ബിക്കം ഇൻസെക്ടിവോറസ്? ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദി ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ഓർ അമിനോ ആസിഡ് ദേ ബിക്കം ഇൻസെക്ടിവോറസ്. ഇതൊക്കെയാണ് പുസ്തകത്തിൽ ഈ കിങ്ഡം പ്ലാന്റിനെ കുറിച്ച് പഠിക്കേണ്ടത്. അതിന് പിന്നെ കിങ്ഡം പ്ലാന്റിൽ വരുന്ന ഗ്രൂപ്പുകളെ ഒരു ക്ലാസിഫിക്കേഷൻ അതിൽ പറയുന്നുണ്ട്. ഇതാണ് ബ്രയോഫൈറ്റ, കിങ്ഡം പ്ലാന്റിൽ വരുന്നതാണ്. ടെറിഡോഫൈറ്റ, ജിംനോസ്പോം, ആൻജിയോസ്പോം. ഇത്രയും ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം. ആൽഗെ, ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പോം, ആൻജിയോസ്പോം, ഇത്രയും ഗ്രൂപ്പുകളാണ് നമുക്ക് കിങ്ഡം പ്ലാന്റിൽ പഠിക്കാനുള്ളത്. അതും പരിചയപ്പെടുന്നത്. പിന്നെ ഇവയ്ക്ക് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ടെന്ന് പറയും. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അതെന്താണെന്നറിയാം? നമ്മുടെ ലൈഫ് ആദ്യം പഠിച്ചായിരുന്നല്ലോ, നമ്മളെല്ലാം ട്യൂവനാണ്, നമ്മുടെ ഗ്യാമേറ്റ് എന്നാണ്, വീണ്ടും അവ ചേർന്ന സൈഗോട്ട് ട്യൂവനാണ്. ഇത് തന്നെ ചെടികൾക്കും ഉണ്ട് അല്ലേ? ഇപ്പൊ ഒരു പ്ലാന്റ് ചെമ്പരത്തി എടുത്തോളൂ, ചെമ്പരത്തി സീഡില്ല, വെണ്ട എടുത്തോളൂ, വെണ്ടച്ചെടി, വെണ്ടച്ചെടിക്കകത്ത് ഗ്യാമേറ്റ് ഉണ്ടാകും, എഗ് ഉണ്ടാകും, രണ്ടുകൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകും. വെണ്ടച്ചെടി ട്യൂവൻ ആണ്, ഗ്യാമേറ്റ് N+N ആണ്. അപ്പം ഇത് ഹാപ്ലോയിഡാണ്, ഇത് ഡിപ്ലോയിഡാണ്. ഇത് 2N ആയി, അത് സൈഗോട്ടായി, സൈഗോട്ട് സീഡായി, സീഡ് വീണ്ടും ചെടിയാണ്. സോ ദർ ഈസ് 2N, N, 2N, N, 2N. നമ്മളെ പോലെയല്ല. ഇതാണ് ആൾട്ടർനേഷൻ ജനറേഷൻ. നമ്മൾ അടുത്ത ആളുകൊണ്ട് ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയാം. മനുഷ്യൻ ആരുടെ മനുഷ്യൻ 2N ആണ്. പക്ഷെ മനുഷ്യൻ നടത്ത മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് എന്താണ് ഗ്യാമേറ്റ് ഉണ്ടാകും. അപ്പൊ ഗ്യാമേറ്റ് ആരാണ്? N ആണ്. അപ്പൊ N എന്ന് പറയുന്ന ഗ്യാമേറ്റിലൂടെ അടുത്ത 2N സൈഗോട്ട് ഉണ്ടായി ശിശുവാകുന്നു. ആ ശിശു വലുതാകുന്ന മനുഷ്യയാകുന്നു, അയാൾക്ക് വേണ്ടി ഗ്യാമേറ്റ് ആകുന്നു. അപ്പൊ N, 2N, N, 2N, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഹാപ്ലോയിഡ് ജനറേഷൻ ആൾട്ടർനേറ്റ് വിത്ത് ഡിപ്ലോയിഡ്. ആൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ മാറി മാറി വരിക. ഓക്കെ. അപ്പൊ നിങ്ങൾ കണക്കിലെ അക്കങ്ങൾ എണ്ണുമ്പോൾ 1, 2, 3, 4 എന്ന് പറയുമ്പോൾ ഒറ്റയാക്കോ ഇരട്ടയാക്കോ ഒറ്റയാക്കോ ഇരട്ടയാക്കോ മാറി മാറിയല്ലേ വരുന്നു. അതിന് ആൾട്ടർനേറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കത്തില്ലേ? അതേപോലെയാണ് 2N നമ്മുടെ ഗ്യാമേറ്റ് N, ഗ്യാമേറ്റ് ചേരുമ്പോൾ 2N സൈഗോട്ട് ജീവി, വീണ്ടും അവയ്ക്ക് ഗ്യാമേറ്റ് ഉണ്ടാകും. അതാണ് ആൾട്ടർനേഷൻ. ഇതന്നെ ചെടികൾക്ക് ഉള്ളത്. ഓക്കെ. ഡീറ്റെയിൽഡ് ആണ് പിന്നെ പഠിക്കും. സോ ദാറ്റ്സ് അബൌട്ട് കിങ്ഡം പ്ലാന്റ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പല അവിടെ കാണാം. ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത കിങ്ഡം അനിമാലിയ. സത്യത്തിലൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ, കാരണം നിങ്ങൾ കിങ്ഡം അനിമാലിയെ കുറിച്ചൊക്കെ സുവോളജിയിൽ പഠിക്കുന്നുണ്ട്. എങ്കിലും പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അനിമാലിയ കുറെ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട് കിങ്ഡം അനിമാലിയയുടെ. എന്താ ജസ്റ്റ് നോടിച്ചു നോക്കാം. യാള ഹെറ്ററോട്രോപ്സ്. ശരിയല്ലേ? അനിമൽസ് ആരും ഓട്ടോട്രോപ്പുകളില്ല. കഴിഞ്ഞ ദിവസം ഒരു ജന്തു, ഞാൻ ജസ്റ്റ് പറയാണ്, ഡീറ്റെയിൽസ് ഞാൻ ഡിസ്കഷൻ, ഒരു ജന്തുവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ജന്തുവിന് ശരീരത്തിൽ ക്ലോറോഫിലുണ്ട്, അത് ഫോട്ടോസിന്തസിസ്. അത് ജീവിയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഡിസ്കഷൻ തരാം. ഒരു ജന്തുവിനെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് ക്ലോറോഫിൽ ആൻഡ് ഇറ്റ് ഹാസ് എബിലിറ്റി ഫോർ ഫോട്ടോസിന്തസിസ്. വിട്ടേ. അപ്പോ ദർ ഈസ് ഹെറ്ററോട്രോപിക്. ആൾ അനിമൽസ് ആർ ഹെറ്ററോട്രോപിക്. ഇനി എല്ലാം തന്നെ എല്ലാവരും മൾട്ടി സെല്ലാറാണ്. ഒരു അനിമലും യൂണിസെല്ലാർ ഇല്ല, എല്ലാം മൾട്ടി സെല്ലാറാണ്. കാരണം നമുക്കറിയാം യൂണിസെല്ലാർ യൂക്കാരിട്ടെല്ലാം അവിടെ പോകും, പിന്നെ പ്രോട്ടിസ്റ്റ് പോകും. ദേ ഹാവ് നോ സെൽ വാൾ. നമുക്കറിയാം അവയ്ക്ക് എന്തില്ല, സെൽ വാൾ ഇല്ല. Then they directly or indirectly depend on plant for food. ശരിയല്ലേ?
എല്ലാ അനിമൽസും ഒന്നുകിൽ നേരിട്ട് സസ്യങ്ങളെ ഭക്ഷിക്കുന്നു, ആട്, പശു, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഭക്ഷിക്കുന്നു, പുലി ആരെ തിന്നുന്നു, മാനിനെ തിന്നുന്നു, മാൻ ആരെ തിന്നുന്നു, സസ്യങ്ങളെ തിന്നുന്നു. അപ്പോൾ നമുക്കറിയാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദ ഫുഡ്. പിന്നെ അവരുടെ സ്വഭാവം പറയുന്നത് ദേ ഹാവ് എബിലിറ്റി ടു ഡൈജസ്റ്റ് ഫുഡ് ഇൻ എ ഇന്റേണൽ ക്യാവിറ്റി. പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡ് ആകും, അനിമൽസ് ഫുഡിനെ ശരീരത്തിനുള്ളിൽ ഒരു അറയിൽ കൊണ്ടിട്ട് ദഹിപ്പിക്കും. ദേ ക്യാൻ ഡൈജസ്റ്റ് ഫുഡ് ഇൻസൈഡ് ഇന്റേണൽ ക്യാവിറ്റി. ആൾസോ ദേ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഈസ് ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ്. കണ്ടോ, ഫംഗസ് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് കൂടുതൽ കറി വെച്ചിരുന്ന ഇറച്ചി ഇരിക്കും, മീൻ എന്ന് പറയുന്ന കാര്യം അനിമൽസിന്റെയും ഫംഗസിന്റെയും റിസർവ് ഫുഡ് മെറ്റീരിയൽ ഗ്ലൈക്കോജനോ ഫാറ്റാണ്. നമ്മളുടെ ശരീരത്തിലുള്ളത് ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റാണ്. അടുത്തത് ദർ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഹോളോസോയിക് അഥവാ ഇൻജക്ഷൻ. പഠിച്ചാണല്ലോ, ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ വിഴുങ്ങുകയാണ്, എടുത്തങ്ങ് തട്ടുകയാണ്, എന്നിട്ട് വയറ്റി കൊണ്ട് ദഹിപ്പിച്ച് ആവശ്യമുള്ള വച്ചിട്ട് വേസ്റ്റ് കളയുകയാണ്, അല്ലേ? ദാറ്റ്സ് കാൾഡ് ഹോളോസോയിക് ന്യൂട്രീഷൻ അഥവാ ഇൻജക്ഷൻ. ദെൻ ദേ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. എല്ലാ ജന്തുവിനും പ്രത്യേക ഷേപ്പ് സൈസ് ഉണ്ടല്ലേ? മനുഷ്യന്റെ ഷേപ്പ് സൈസ് നമുക്കറിയാം, ആനയുടെ സൈസ് ഷേപ്പ് നമുക്കറിയാം, പൂച്ച സൈസ് ഷേപ്പ് എല്ലാത്തിനും. അല്ലാതെ പൂച്ച പരന്നിരിക്കത്തില്ല, പാമ്പുകൾക്ക് കൈയും കാലും ഇല്ല, അതൊക്കെ നമുക്കറിയാം. ദേ ഹാവ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. മറ്റൊരു ക്യാരക്ടറാണ്. ആൾസോ ഹയർ ഓർഗാനിസംസ് ഹാവ് എലാബറേറ്റ് സെൻസറി ആൻഡ് ന്യൂറോ മോട്ടോർ മെക്കാനിസം. കണ്ടോ, ഹയർ ഓർഗാനിസം, ഇത് താഴെവടിയിലുള്ള ജന്തുക്കളല്ല, വികാസം പ്രാപിച്ച ജന്തുക്കൾക്ക് എലാബറേറ്റ് ന്യൂറോ മോട്ടോർ മെക്കാനിസം ആൻഡ് മസ്കുലാർ സിസ്റ്റം, അല്ലേ? എന്താണ്? ചലിക്കാനുള്ള കഴിവ്. അത് അനിമൽസിന് ഹയർ ഓർഗാനിസം എല്ലാം. ഇനി ന്യൂറോ മോട്ടോർ മെക്കാനിസം, അതായത് എന്താണ് ന്യൂറോ മോട്ടോർ എന്ന് വെച്ചാൽ നാഡികൾ കൊണ്ടുള്ള ചിന്ത അനുസരിച്ച് ശരീരത്തെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ പറയട്ടെ, കൈ പൊങ്ങട്ടെ എന്ന് ചിന്തിക്കുന്നു, പൊങ്ങി, താഴട്ടെ വേര്, അല്ലെങ്കിൽ ശരീരം ചലിക്കട്ടെ, വീട് മടങ്ങട്ടെ, നിവരട്ടെ, ഞാൻ എന്റെ തലച്ചോറിൽ ചിന്തിക്കുന്നതല്ല നമുക്ക് ചെയ്യാൻ കഴിയും. പ്ലാനിന് കഴിവുണ്ടോ? ഇല്ല. കാരണം അവർക്ക് എന്താ ന്യൂറോ മോട്ടോർ മെക്കാനിസം ഇല്ല, അല്ലേ? പക്ഷെ അനിമൽസ് എന്തുണ്ട്? എലാബറേറ്റ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗം നമ്മൾ ചലിപ്പിക്കാൻ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കഴിയും. എലാബറേറ്റ് സെൻസറി ആൻഡ് ന്യൂറോ മോട്ടോർ. സെൻസറി ആണ്, തൊട്ടാലറിയാം, കൊഞ്ചേന്ദ്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാം സെൻസ് ചെയ്യാൻ കഴിയും. ചെറിയൊന്നുമില്ല, അല്ലേ? ചൂടൊക്കെ ചെറുതായി പ്രകാശമൊക്കെ അവ ജസ്റ്റ് അറിയുന്നുണ്ടോ, എലാബറേറ്റ് അല്ല, പക്ഷെ നമുക്ക് അറിയാം. ചെറിയൊരു പ്രകാശത്തെ അറിയാം, അല്ലേ? അതുകൊണ്ടാണ് രാവിലെ സൂര്യാന്തി കിഴക്കൊക്കെ സൂര്യൻ നോക്കിയിരിക്കുന്നത്, ഇലകൾ വാടുന്ന വിടുന്നതൊക്കെ നമുക്കറിയാം, പക്ഷെ എലാബറേറ്റ് ആയിട്ടില്ല. മറ്റൊന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൾവേസ് ഒക്കർ ബൈ കോപ്പുലേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗ്യാമേറ്റുകൾ പിന്നെ കാറ്റത്തോട് പറഞ്ഞൊന്നുമല്ല, സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ്. കോപ്പുലേഷൻ ഇണചേർ അത് വഴിയാണ് നടക്കുക. ദെൻ മോസ്റ്റ് ആർ കേപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. ഒട്ടുമിക്ക ജീവിജാലങ്ങളും ചലിക്കാനുള്ള കഴിവുണ്ട്. ചലിക്കാൻ കഴിയില്ലാത്ത ജന്തുക്കളും ഉണ്ട്, കേട്ടോ. അതുകൊണ്ടാണ് സ്കൂളിൽ പഠിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ചലിക്കാൻ ഏറ്റവും മിക്ക ജന്തുക്കളും ചലിക്കാനുള്ള കഴിവുണ്ട്. ബിക്കോസ് ദേ ഹാവ് മസ്കുലാർ സിസ്റ്റം, അത് പ്രത്യേകതയാണ്. ആൻഡ് ദേ ഹാവ് വെൽ ഡെവലപ്ഡ് എംബ്രിയോ ഡെവലപ്മെന്റ് വളരെ വികാസം പ്രാപിച്ചതാണ്. ഇതൊക്കെയാണ് ഈ കിങ്ഡം അനിമലിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നേരത്തെ പറയുന്നില്ല, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ച് നോക്കും. ഇത്രയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളെല്ലാ കിങ്ഡവും ചർച്ച ചെയ്ത് കഴിഞ്ഞു. കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഇനി വിടാതെ ക്ലാസ് ചെയ്യാൻ വിട്ടുപോയ രണ്ട് ദാശന്മാരുണ്ട്. അതാരെന്നറിയാമല്ലോ? ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സൂക്ഷ്മ ജന്തുവാണ്. ഏതാണത്? വൈറസുകൾ, അല്ലേ? അങ്ങനെ മൂന്നാളത്തെ കുറിച്ച് പഠിക്കാണ്. നമുക്ക് പഠിക്കാനുള്ളതാണ് വൈറസ്, വൈറോയിഡ്, പ്രയോൺസ്, ലൈക്കൻ. ഇത്ര ആശാന്മാര് വിടാകരണം വിട്ടുകളാണ്. കാരണം ഈ ജന്തുക്കളെ നമ്മൾ ഈ പറഞ്ഞ ഒരു കിങ്ഡത്തിൽ ഇടാനൊക്കെ. അതുകൊണ്ട് വിടാതെ ക്ലാസ് ചെയ്യാതെ വിട്ടു കുറെ ആശാന്മാരാണ് വൈറസ്, വൈറോഡ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാറുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ